സംസ്ഥാന നേതൃത്വം ആരെ നിർദ്ദേശിച്ചു ഞാനെങ്ങനെ നിങ്ങളോട് പറയും? നിങ്ങൾ ഓരോ ദിവസവും തൃശ്ശൂർ കുറേ നാൾ ഞാനായിരുന്നു തൃശ്ശൂർ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുൻ DGP ആയി. ഇപ്പൊ നിങ്ങൾ പത്മജ വേണുഗോപാൽ പറയും. ആരെങ്കിലും ഒരാളുണ്ടാവും. MD രമേശന് സീറ്റ് ഇല്ല എന്നാ പറയുന്നത്. നിങ്ങളൊരു സീറ്റ് താന്നല്ലേ? നിങ്ങളൊരു സീറ്റ് താ. ഞാനിതൊന്നും പറഞ്ഞില്ല. ഞാൻ മത്സരിക്കുന്നു പറഞ്ഞില്ല, മത്സരിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ പട്ടിക പ്രാഥമികമായ ചർച്ചകളൊക്കെ പൂർത്തിയാകുന്നതിലോ നിങ്ങൾ 2-3 ദിവസം കൂടി വെയിറ്റ് ചെയ്യും. അതിന്റെ മുമ്പ് എല്ലാ ഊഹാപോഹങ്ങളിലും വന്നോട്ടെ. 2-3 ദിവസത്തിനൊക്കെ ഉണ്ടാവോ പട്ടിക? ഉണ്ടാവോ? ഞങ്ങൾ ഈ മാസം അവസാനത്തോടു കൂടി ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഇത് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഞങ്ങളല്ല. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നിട്ട് പ്രാഥമികമായി ചർച്ച പൂർത്തിയാക്കിയ മണ്ഡലങ്ങളുടെ ലിസ്റ്റ് ഞങ്ങൾ നേതൃത്വപ്പെടുത്തില്ല. അപ്പോൾ അത് ഇനി പോളിന്റെ നേതൃത്വമാണ് പരിശോധിച്ചുകൊണ്ട് അതിന്റെ പ്രഖ്യാപനങ്ങൾ കാര്യങ്ങൾ നടക്കുന്നത്. കണ്ണൂരിലേക്ക് ചുമരെഴുത്ത് തുടങ്ങാൻ പോകില്ലേ സ്ഥാനാർത്ഥികളായി? ഞങ്ങൾ കേരളത്തിൽ മുഴുവൻ ചുമരിട്ട് ആരംഭിച്ചു. സ്ഥാനാർത്ഥികൾ വന്ന ആ പേര് കൂടി എഴുതിയാൽ മതി. ഞങ്ങൾ നേരത്തെ തയ്യാറെടുപ്പ് തുടങ്ങി. ഞങ്ങളുടെ NDAയുടെ കമ്മിറ്റികൾ എല്ലാ സ്ഥലത്തും രൂപം കൊണ്ടു. തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ എല്ലാ സ്ഥലത്തും നടന്നു. ഇന്നലെ എല്ലാ ബൂത്തിലും ഇന്നലെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തായിരുന്നു. ആ മൻ കി ബാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ ബൂത്തിലും NDAയുടെ നേതൃത്വത്തിലുള്ള കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഈ ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ചുവരെഴുത്ത് പ്രചരണവും ഞങ്ങൾ പൂർത്തിയാക്കി. ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പുകളും ആദ്യം പൂർത്തിയാക്കുകയാണ്. ഇനിയിപ്പോൾ മാർച്ച് മാസം ആദ്യത്തെ ആഴ്ചയോടുകൂടി സ്ഥാനാർത്ഥികളുടെ പേര് കൂടി കിട്ടിയാൽ അത് പുഷിംഗിലാണ്.